الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود. قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. إن
بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. يا رب أكرم من يعيش حياته لكتابك الوضاء لا يتوانى يا منزل الوحي المبين تفضلا ندعوك فاقبل يا كريم دعانا اجعل كتابك بيننا نورا لنا أصلح به ما ساء من دنيانا واحفظ به الأوطان واجمع شملنا فالشمل مزق والهوى أعيانا. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സമയം നമുക്ക് ഒന്നിച്ചിരിക്കാൻ ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തുടരെ പരിപാടികളാണ്. കൂട്ടത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നത് ഏറെ സന്തോഷകരമായ വിഷയമാണ്. എൻ്റെ സംസാരത്തിൻ്റെ സമയം അധികരിക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളാരെങ്കിലും എന്നോട് പറയണം. പറഞ്ഞതിനർത്ഥം ഒരുപാട് നേരം സംസാരിക്കാൻ നിൽക്കുന്നു എന്നല്ല. എന്നിരുന്നാലും വിശുദ്ധ ഖുർആൻ ജഗന്നിയന്താവായ അല്ലാഹുവിൻ്റെ കലാം, പ്രവിശാലമായ പ്രപഞ്ചം, ആകാശം, ആകാശഗോളങ്ങൾ, കോടാനക്കോടി നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രാദികൾ, അവയുടെ സഞ്ചാരപഥങ്ങളും സഞ്ചാരവും ഉദയവും അസ്തമയവും, ആകാശത്തിന് കീഴെ നാം അധിവസിക്കുന്ന ഭൂമി എന്ന വിരിപ്പ്, ഭൂമിയിലെ അത്യത്ഭുത പ്രതിഭാസങ്ങൾ, ഭൂമിയുടെ ചലനം, ഭൂമിയിലെ ഒട്ടേറെ ജീവജാലങ്ങൾ, പർവ്വതങ്ങളും പർവ്വതങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന അരുവികളും, അവ ചെന്നു ചേരുന്ന പുഴകളും, അവയെത്തുന്ന വലിയ സമുദ്രങ്ങളും കടലുകളും,
ജലത്തിൽ നീന്തി തുടിക്കുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിലെ വ്യത്യസ്ത രൂപങ്ങളിലെ ഒട്ടേറെ മത്സ്യങ്ങളും മറ്റും, അവയുടെ തീറ്റയും അവയുടെ സഞ്ചാരവും, വൃക്ഷങ്ങളും സസ്യലതാദികളും അവയിലെ പൂക്കളും കായ്ഖനികളും അവയിലെത്തുന്ന പറവകളും അവയുടെ പറക്കലും, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ശരീരത്തിൻ്റെ ആന്തരബാഹ്യാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പ്രവിശാലമാണ്, അത്യത്ഭുതകരമാണ് പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മറ്റു ചരാചരങ്ങളും. ഇവയുടെ റബ്ബിൻ്റെ കലാം ഖുർആൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഖുർആൻ അള്ളാൻ്റെ കലാമാണ് എന്ന് പറയുമ്പോൾ ആർക്കും വലിയൊരു വെയിറ്റ് കാണാറില്ല. അള്ളാഹ് ആരാന്നൊക്കെ അറിയാമെങ്കിലും ഇങ്ങനെ പ്രത്യേകം പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വെയിറ്റ് മനസ്സിലേക്ക് വരുന്നു. ആ പടച്ച റബ്ബിൻ്റെ കലാമാണ് ഖുർആനെങ്കിൽ അത് കാര്യമാത്ര പ്രസക്തമാണ്. അതിലുള്ളത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അംഗീകരിക്കുമ്പോൾ ജീവിതത്തിന് സ്വാസ്ഥ്യവും സമാധാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും എന്നതാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന, സാഹിത്യത്തിൽ അങ്ങേയറ്റം വളർച്ച നേടിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞ കാര്യം, അത് കവിതയോ കഥയോ അല്ല, പദ്യമോ ഗദ്യമോ അല്ല, മനുഷ്യനോ ജിന്നുവർഗമോ രചിച്ചതുമല്ല, എഴുതിയുണ്ടാക്കിയതുമല്ല, പാഴ്വർത്തമാനങ്ങളല്ല. മുൻ വേദങ്ങൾ പഠിച്ച ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട് എഴുതി കൂട്ടിയതുമല്ല. മറിച്ച് പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ് എന്നർത്ഥം. നന്മയുടെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ മൂല്യവത്തായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. കേവലം വിഷയവൈവിധ്യം കൊണ്ട് മാത്രമോ പാരായണ വശ്യത കൊണ്ട് മാത്രമോ അല്ല വിശുദ്ധ ഖുർആൻ എഴുന്നു നിൽക്കുന്നത്. മറിച്ച് ഇവയെല്ലാം ചേർന്ന് നിൽക്കുന്ന അമാനുഷികതയാണ് വിശുദ്ധ ഖുർആനിൻ്റെ നിഴലിച്ചു നിൽക്കാനുള്ള കാരണങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് അല്പം ചില കാര്യങ്ങൾ പറയാം. പ്രസിദ്ധ ചിന്തകൻ ഗോയിധെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, വിശുദ്ധ ഖുർആനുമായി ഒരാൾ ബന്ധപ്പെടുമ്പോൾ ആദ്യമൊക്കെ ഒരു മടുപ്പുളവാകും, ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. നമ്മൾ ലേണിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ QLS ഒക്കെ തുടങ്ങിയാൽ 1-2 ആഴ്ചയൊക്കെ ഉണ്ടാവും. പിന്നെ ആളിങ്ങനെ കുറഞ്ഞു വരും. പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. ആദ്യമൊക്കെ അല്പം മടുപ്പുളവാക്കിയേക്കാം. ഇതെന്താന്നൊക്കെ തോന്നും, ഇങ്ങോട്ട് കയറിയില്ല, തലയിലേക്ക് കയറിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അമ്പരപ്പിക്കും. അതിലെ ചില പദപ്രയോഗങ്ങൾ, അതിലെ ചില വാക്കുകളുടെ അർത്ഥം, എന്തിന് ഈ പദം ഇങ്ങനെ ഉപയോഗിച്ചു, ഈ വിഷയം എന്തിനു പറഞ്ഞു, അങ്ങനെ ഓരോ പ്രതിപാദ്യങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നും, അമ്പരപ്പിക്കും. അല്പനാളുകൾ കൂടെ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, കൽപ്പുണ്ടായാൽ, അവസരമുണ്ടായാൽ ആ വചനങ്ങൾ പഠിതാവിനെ കീഴടക്കും. അതാ പിന്നെ 4 ആളായാലും ക്ലാസ് നിർത്താനാവില്ലല്ലോ. 4-5 ആളുകളേ ഉള്ളൂ. ക്ലാസ് നിർത്താത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഒരു ക്ലാസ് വേണം, ഖുർആൻ്റെ ക്ലാസ് വേണം, അത് നിന്നുപോകാൻ പറ്റൂല. അതവരെ സ്വാധീനിച്ചിരിക്കുന്നു. അത് എത്ര കടുത്ത ഹൃദയത്തിനുടമകളായിരുന്നാലും, ഏത് തരത്തിൽ ചിന്തിക്കുന്നവരായിരുന്നാലും, വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിൽ അല്പനാളുകൾ അതിൻ്റെ വരികൾ
പുറമേ വായിച്ചു പോകുന്നതിലപ്പുറം ആഴങ്ങളിൽ വായിക്കുകയും 2 വരികൾ തമ്മിലുള്ള ബന്ധങ്ങളെ പരിശോധിക്കുകയും 2 അധ്യായങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തെന്ന് ആലോചിക്കുകയും ചെയ്യുന്നവൻ തീർച്ചയായും അവൻ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളാൻ പാകതപ്പെടും. അതാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. പ്രവാചകന്റെയും ഇസ്ലാമിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഒക്കെ ശത്രുനിരയിലെ പ്രസിദ്ധനായിരുന്ന വലീദ്, അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം കുറേ സമയങ്ങളിൽ പലപ്പോഴായി കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് ഓതി കേൾക്കുന്ന സമയം തൻ്റെ സുഹൃത്തുക്കൾ, സഖാക്കളുടെ അടുത്ത് എന്ന് പറഞ്ഞത് അത് വല്ലാതെ വശ്യതയുള്ള ചില വചനങ്ങളാണ്. മുഹമ്മദ് എഴുതിയതല്ലാതെ, മുഹമ്മദിൻ്റെ രചനയല്ല, മുഹമ്മദ് പറയുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്നെനിക്ക് ഉറപ്പാണ്. അത് വല്ലാതെ സ്വാധീനിക്കുന്നു. അതിന് എന്തോ ഒരു മാധുര്യമുണ്ട്, അതിനെന്തോ ഒരു ഹലാവത്തുണ്ട്. അത് മറ്റെല്ലാറ്റിനെയും താഴ്ത്തിക്കളയും, അഥവാ എല്ലാറ്റിനേക്കാളും മുകളിൽ നിൽക്കുന്നു. അങ്ങനെ അവർക്ക് അദ്ദേഹത്തോട് എതിർപ്പൊക്കെയായി. നിങ്ങൾ മുഹമ്മദിൽ വിശ്വസിച്ചു അല്ലേ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു. അത്രത്തോളം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ വശീകരിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നും കേട്ടിരുന്നില്ലാത്ത, ഖുർആനിനെ കുറിച്ച് ഒട്ടും പരിചയമില്ലാതിരുന്ന ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ യാത്രക്കിടയിൽ 2 പെൺകുട്ടികളുടെ പാട്ടുകൾ കേൾക്കാനിടയായി എന്നാണ്. അവർ പാടുന്ന വരികൾ കേട്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോടുകൂടെ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് എന്ന ആശയം, ഉഷാറായിട്ടുണ്ട്, അത്ഭുതം പ്രകടിപ്പിച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇത് എന്ത് ഞങ്ങളെ പാട്ടല്ലേ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം കേൾപ്പിച്ചു. ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ, ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. ഈ വചനം കേൾപ്പിച്ച സമയത്ത് അദ്ദേഹം വല്ലാതെ നേരത്തെ ഉള്ളതിനേക്കാളും അത്ഭുതം. എന്നിട്ട് പറഞ്ഞു, ഇതെന്താ സംഗതി, ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇത് തന്നെ ഏറ്റവും ആശ്ചര്യകരമായത് എന്ന്. പിന്നെ വീഡിയോക്കാർ ഇവിടെ നിൽക്കൂലല്ലോ അധികവും. ഒരു ഇവിടെ സ്ഥിരം നിന്നാൽ ഇത് വെക്കൂല, നമ്മളെ കണ്ണടിച്ചു പോകും. ഓക്കെ, ഇതുപോലെ ശത്രുനിരയിലെ പ്രമുഖരായിരുന്ന അബൂ സുഫിയാനും അബൂജഹലും അഖ്നസും ഇവർ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കേൾക്കാനിടയായപ്പോ, പ്രവാചകന്റെ QLS നടക്കുന്ന ഖുർആൻ പഠനം നടക്കുന്ന സ്ഥലമാണ് ദാറുൽ അർഖം അല്ലേ? ദാറുൽ അർഖമിൽ വെച്ച് പഠനം നടക്കാറുണ്ട്, പാരായണം നടക്കാറുണ്ട് എന്ന് കേട്ടപ്പോ അറിയാതെ ഒളിച്ച് പോയി കേൾക്കും. ഇരുട്ടത്ത് നിൽക്കും, എന്നിട്ട് ഖുർആൻ കേൾക്കും. 3 ആൾക്കും അറിയില്ല, 3 പേരും പോകരുതെന്ന് തീരുമാനം എടുത്ത ആളുകളാണ്. പക്ഷെ ഇവര് കണ്ടുപോയി, ഒരു ദിവസം 3 ആളും കണ്ടുപോയി, പ്രശ്നമായി. അതെങ്ങനെ പോണ്ടാന്ന് പറഞ്ഞിട്ട് ഈ പോയി എന്ന് ചതിയായി. അങ്ങനെ അവർ പോകില്ല തീരുമാനിച്ചു കൊണ്ടും. പക്ഷെ ഇങ്ങനെ 2-3 പ്രാവശ്യം ആവർത്തിച്ചു. ഇവർ ഓരോരുത്തരും ഇറങ്ങണമെന്ന് മറ്റേ ആൾ നോക്കണമെന്ന് തീരുമാനാക്കി. കാവൽ അബൂജഹൽ ഇറങ്ങുമെന്ന് അഖ്നസ് നോക്കണം, അഖ്നസ് ഇറങ്ങുമെന്ന് മറ്റേ ആൾ നോക്കണം, ഇങ്ങനെ നോക്കണം തീരുമാനമായി. പക്ഷെ എന്നിട്ടും കണ്ണു വെട്ടിച്ചു പോയി. അവർ വിശുദ്ധ ഖുർആനിലേക്ക് തന്നെ എന്താണ് ഇത് എന്ന് കേൾക്കാൻ, ഇതെന്താണെന്ന് കേൾക്കണം, അതിൽ അവർ അറിയാതെ ആകൃഷ്ടരാവുകയായിരുന്നു. എതിർക്കാൻ വേണ്ടിയാണെങ്കിലും ചെന്ന് കേട്ടു നോക്കുമ്പോ അതെന്താ, ഇത് മുഹമ്മദ് എഴുതിയതല്ല,
പറഞ്ഞ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൂല്യവത്തായ മനുഷ്യൻ അവസാന നാൾ വരെ ജീവിക്കുന്ന മുഴുവൻ മാനവ സമൂഹത്തിനും നന്മയിൽ വേരൂന്നി നല്ല സംസ്കാരത്തോടുകൂടെ ജീവിച്ച് സമാധാനം ഇഹത്തിലും പരത്തിലും നേടിക്കൊടുക്കാൻ പര്യാപ്തമായ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുകയല്ല. ഈ സാധ്യതയുടെ രഹസ്യം എന്താണ് എന്നതാണ് നമ്മുടെ ചോദ്യം, ചിന്ത. ഇന്നും വിശുദ്ധ ഖുർആനിന് ശത്രുക്കളുണ്ട്. അതിലെ പദങ്ങൾ മാറ്റിയെഴുതണം. അത് തീവ്രവാദം പഠിപ്പിക്കുന്നു. ബഹുമത സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരല്ലാത്ത എല്ലാവരും കാഫിറുകളാണ്. അതുകൊണ്ട് കാഫിർ എന്ന പദം പാടില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളെടുത്ത് വെട്ടിക്കൊല്ലലാണ്. അതുകൊണ്ട് ജിഹാദ് എന്ന പദം പാടില്ല. മുസ്ലിംകളല്ലാത്ത ആളുകളോട് സ്നേഹത്തിലോ ഐക്യത്തിലോ പെരുമാറാൻ പാടില്ല എന്നൊക്കെ ഇതിനകത്തുണ്ട് എന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു, തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ എഴുന്നു നിൽക്കുന്നു. 6-ാം നൂറ്റാണ്ടിലെ സാഹിത്യ പടുക്കളുടെ മുമ്പിലും ഇന്നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസ വൈജ്ഞാനിക വിചക്ഷണരുടെ മുമ്പിലും അല്പം പോലും യൗവനം ചോർന്നു പോകാതെ ശക്തമായി എഴുന്നു നിൽക്കുന്നു വിശുദ്ധ ഖുർആൻ. കാരണം അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ലോകരുടെ മുഴുവനും രക്ഷിതാവിൻ്റെതാണ്. ലോകർ എന്ന പ്രയോഗം എന്തിനായിരിക്കും? മുസ്ലിംകളുടെ എന്നല്ല, മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്നല്ല. ലോകർ എന്നത് മുഴുവൻ മനുഷ്യരും ഉൾക്കൊള്ളുന്നതാണ്. അവർക്കെല്ലാമുള്ള സന്ദേശമായതുകൊണ്ട് എന്തെന്ത് എതിർപ്പുകൾ ഉണ്ടായാലും ആരോപണങ്ങൾ ഉണ്ടായാലും അത് നിലനിൽക്കണം അവസാനം വരെ, ലോകത്തിന്റെ അവസാനം വരെ. വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു സാധ്യതയുടെ രഹസ്യം എന്ത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഉള്ളടക്കത്തിലെ വിഷയ വൈവിധ്യങ്ങൾ മാത്രമാണോ? അല്ല. അതിന്റെ ഭാഷാ വൈഭവം, അതിന്റെ പദവിന്യാസം, അതിന്റെ വിഷയാവതരണ ശൈലി മാത്രമാണോ? അല്ല. എന്നാൽ ഇതെല്ലാം ചേർന്നതാണ് വിശുദ്ധ ഖുർആനിനെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും മറ്റെല്ലാറ്റിൽ നിന്നും ഉയർത്തി നിർത്തുന്നത് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സ്വയം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ ആദ്യ ഭാഗത്ത് കാണാം, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിസ്സംശയം ഇത് ദൈവികം തന്നെയാണ്. അതിൽ സൂക്ഷ്മത പാലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം മാർഗദർശനമുണ്ട്. നല്ലത് വേണം എന്ന് ആഗ്രഹിച്ച് മുമ്പ് ചെന്നാൽ അതിനകത്ത് മാർഗദർശനമുണ്ട്. ലോകർക്കെല്ലാവർക്കും മാർഗദർശനം കാണിക്കുന്ന ഗ്രന്ഥമാണെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുർആനെ കുറിച്ച് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കൊക്കെ വഴികാട്ടിയാണ്. പക്ഷെ ചില സ്ഥലത്ത് കൊണ്ടുപോയി പറഞ്ഞത് ഹുദൽ ലിൽ മുത്തഖീൻ, മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞു. റഹ്മത്തൻ അങ്ങനെ പറഞ്ഞു. മുഅ്മിനീൻ, മുത്തഖീൻ എന്നൊക്കെ ഉപയോഗിച്ചു. ഇവർക്ക് മാത്രമേ ഉള്ളൂ. ശരിയാണല്ലോ അത്. മൊബൈലിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ എനിക്കിതൊരു ഉപകാരമില്ല. പക്ഷെ ഇതെല്ലാം ഉപകാരമുള്ളൊരു സംഗതിയാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ ഹുദയുണ്ട്. അത് ചെന്ന് നോക്കി സൂക്ഷ്മത ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പഠനം നടത്തിയാൽ അവർക്കത് മാർഗദർശനമായി മാറി. ഇങ്ങനെയാണ് ഖുർആൻ അത് ഉപയോഗിച്ചത്. ശരി, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം
വിശുദ്ധ ഖുർആനിലെ അതിൻ്റെ സർവലൗകികതയും സാർവകാലികമായ വിഷയങ്ങൾ അവതരിപ്പിച്ചു എന്നതുമാണ് ഖുർആനിനെ വ്യതിരിക്തമാക്കുന്ന ഒന്ന്. വിഷയവൈവിധ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. വിശ്വാസം ഒരു മനുഷ്യന്റെ ഈമാൻ സംബന്ധമായ കാര്യങ്ങൾ, ഇനി അത് പ്രതിപാദിച്ച ശൈലി, മനുഷ്യന്റെ സ്വഭാവ സംസ്കരണ സംബന്ധമായ വിഷയങ്ങൾ, സാമ്പത്തികവും അതുപോലെ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ, ദാമ്പത്യ സംബന്ധമായ എല്ലാ വിഷയങ്ങളെയും, ഏതേത് വിഷയങ്ങളിൽ പ്രയാസങ്ങൾ, സംശയങ്ങൾ വിശുദ്ധ ഖുർആൻ തീർത്തു തരുന്നു. വിഷയ വൈവിധ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസവും ജ്ഞാനാർജനവും ആചാരാനുഷ്ഠാനങ്ങളും സ്വഭാവ പെരുമാറ്റങ്ങളും സാമ്പത്തിക ഇടപാടുകളും വൈയക്തിക കുടുംബ സാമൂഹിക അയൽപ്പക്ക വിഷയങ്ങളും ഒക്കെ പറയുന്നതോടൊപ്പം രാഷ്ട്രീയവും, ഭരണമുണ്ടായാൽ ഭരണം നടത്തേണ്ടത് എങ്ങനെയെന്നും ഭരണകർത്താക്കളും ഭരണീയരും തമ്മിലുള്ള ബന്ധം എന്ത് എന്നും ഇങ്ങനെ മുഴുവൻ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്നു. ശാസ്ത്രീയമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. ശാസ്ത്രീയമായ വിഷയങ്ങൾ മാത്രം പറയാനുള്ള ഗ്രന്ഥമല്ലെങ്കിലും ശാസ്ത്ര സത്യങ്ങളെ പലതും എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിലെ ശക്തിയെ അറിയിച്ചുകൊണ്ട് ആ ശക്തിയെ മാത്രം ആരാധിക്കൂ നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അള്ളാഹുവിനെ ആരാധിക്കണം. എന്തുകൊണ്ട് എന്ന് അവതരണ രീതി, അതിൻ്റെ ശൈലി, അതിൻ്റെ രീതിശാസ്ത്രം, ഒരാളെയും പ്രയാസപ്പെടുത്താത്ത രീതിശാസ്ത്രം. ഖുർആൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഒരാൾക്ക് തോന്നൂല. അത് മുഴുവനായി കേട്ടാൽ എന്നാ അതൊന്ന് സ്വീകരിക്കാൽ, അതൊന്ന് ചെയ്തു എന്ന് തോന്നും. അതങ്ങനെ ഖുർആനിനെ സമീപിക്കുമ്പോൾ ഖുർആൻ ആരെയും പ്രയാസപ്പെടുത്താതെ, അതിനുവേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശാസ്ത്രീയമായ ഒരുപാട് വിഷയങ്ങളെ, ആകാശവും ആകാശത്തിലെ മേഘങ്ങളും ഉപ്പുജലവും അതേപോലെ ശുദ്ധജലവും അവക്കിടയിലുള്ള മറ, കാണാൻ കഴിയാത്ത മറയെ സംബന്ധിച്ചും തൂണുകളേതുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട ആകാശലോകത്തെയും അഗാധ സമുദ്രവും അഗാധ സമുദ്രത്തിന്റെ കൂരിരുട്ടിനെ സംബന്ധിച്ചും പർവ്വതങ്ങൾ ഭൂമിയുടെ ആണിക്കല്ലാണ് എന്നതിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഉൽക്കകളും അവയുടെ ഉത്ഭവവും പ്രപഞ്ചോൽപത്തിയും വാതകപടലവും സംബന്ധിച്ച വിഷയം, പ്രപഞ്ചത്തിന്റെ വികാസത്തെ സംബന്ധിച്ചും സൂര്യനെയും സൂര്യന്റെ നാശത്തെയും സംബന്ധിച്ച്, നക്ഷത്രങ്ങൾ വഴികാട്ടികളാണെന്നും അവയുടെ സഞ്ചാരപഥങ്ങളെയും ഉദയാസ്തമയങ്ങളെ സംബന്ധിച്ചും, ഇതേപോലെ തന്നെ ഭൂമിയാകുന്ന വിരിപ്പിനെ സംബന്ധിച്ചും, പക്ഷികളെയും അവയുടെ കൂടുകൂട്ടലും അവയുടെ പറക്കലും അവയുടെ സഞ്ചാരമാർഗങ്ങളും അവയുടെ പറക്കുന്ന രീതികളെ സംബന്ധിച്ചും, ജീവികളുടെ സമൂഹത്തെക്കുറിച്ചും, മഴയാകുന്ന ജലത്തിന്റെ വരവിനെ സംബന്ധിച്ചും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലെ ശക്തി ആരാണോ അവനെ മാത്രം ആരാധിക്കൂ എന്ന് പറയുന്ന ഒരു ശൈലി, ഇതാണ് വിശുദ്ധ ഖുർആനിനെ വ്യതിരിക്തമാക്കുന്നത്. ഒരു മനുഷ്യന് എന്നെന്നും ഗുണമാകുന്ന വിഷയങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് എന്ന്. വിശ്വാസപരമായ കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണല്ലോ. മുഅ്മിനീങ്ങളായ ആളുകളെ തന്നെയും പലപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്. ഇവിടൊക്കെ പിന്നെ തൗഹീദ് പറയുന്നുണ്ടോ, ഈമാന്റെ കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതാ ഖുർആൻ പറയുന്നത്. അതെ, അവരുടെ മുൻപിലും നീ ഇതാ പറയുന്നത്. വിശ്വാസികളായ ഒരുപറ്റം ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, ഖുർആൻ പ്രചരിപ്പിക്കുന്ന ഖുർആനിന്റെ അനുയായികളെ, ഖുർആൻ കൃത്യമായി നമ്മേക്കാൾ ഖുർആനിനെ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്. 4-ാം അധ്യായം 136-ാമത്തെ വചനത്തിൽ സൂറത്തുൻ നിസാ, വിശ്വാസികളെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ നോക്കണട്ടോ, വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം പൊതുവായി പഠിപ്പിക്കുന്നു. അതിന് മനുഷ്യരെ മുഴുവനും വിളിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ മുഴുവൻ മനുഷ്യരെയും വിളിച്ചു. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും
നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കൂ മനുഷ്യരെ. എന്നിട്ട് എന്തുകൊണ്ട് എന്നുകൂടെ വിശദീകരിച്ചു. ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആകാശം സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ, ഭൂമിയിൽ മഴയാകുന്ന വെള്ളത്തെ സംഭരിച്ചു നിർത്തിയത്, ഭൂമിയിലെ സസ്യലതാദികൾ മുളപ്പിച്ച് നിങ്ങൾക്ക് അന്നമാക്കി തന്നവൻ, ഇതൊക്കെ ആരോ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആർക്കും സ്വീകരിക്കാൻ കഴിയും? നിന്നെ സൃഷ്ടിച്ചവൻ. ശരിയാ, ഞാൻ ഇന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, എൻ്റെ നാട്ടിലെ പലരും ഇന്ന് വിളിച്ച് ആരാധിക്കുന്ന, നേർച്ചകൾ നടത്തുന്ന ആ ശക്തികളോ വ്യക്തികളോ അവരാരും നമ്മളെ സൃഷ്ടിച്ചതിൽ പങ്കാളികളല്ല. ഉറപ്പാ, അതറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ ഖുർആൻ, ഞാൻ വിശ്വസിക്കുന്ന ഖുർആൻ എന്നോട് പറയുന്നു, നിന്നെ സൃഷ്ടിച്ച ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന്. ആവട്ടെ, വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നു തൽക്കാലം. ഇനി അതിൻ്റെ മൗലികത പരിശോധിച്ചു നോക്കൂ. മൗലികമായ ഒരുപാട് വിഷയങ്ങളെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിടത്ത് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ രൂപത്തിന്റെയോ ലിംഗഭേദമോ ഒന്നും കാണിക്കാതെ, യാതൊരു പക്ഷഭേദവും കാണിക്കാതെയാണ് വിശുദ്ധ ഖുർആൻ മൗലികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പ്രതിപാദിപ്പിച്ചപ്പോഴൊക്കെ അഭിസംബോധന ചെയ്തത് മനുഷ്യരെ എന്നാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണെന്നുള്ളതിന്റെ തെളിവാണ്. അടിസ്ഥാനപരമായ വിഷയങ്ങൾ പറയുമ്പോൾ വിളിച്ചത് മൊത്തം ആളുകളെയാണ്, മനുഷ്യരെ. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനം. പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകനെ കുറിച്ച് പഠനം നടത്താൻ വന്ന രണ്ട് ദൂതന്മാർ, പ്രവാചകനിൽ വിശ്വസിക്കേണ്ടി വന്ന ആശയസമ്പുഷ്ടമായ ഒരു വചനം കൂടെയാണിത്. മുഹമ്മദ് എന്ന ഒരാളുടെ, അയാളെ കുറിച്ചൊന്ന് പഠിക്കണം. രണ്ടാളെ പറഞ്ഞേക്കാണ്. അവർ ചോദിക്കേണ്ടത്, മുഹമ്മദ് നീ ആരാണ്, നീ എന്താണെന്നാ. ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം റസൂൽ കൊടുത്ത് പോവാന്ന് പറഞ്ഞപ്പോ നിൽക്കൂ എന്ന് പറഞ്ഞു ഓതിക്കൊടുത്തു വചനം. അവർ വീണ്ടും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രവാചകൻ കേൾപ്പിച്ചു. അവർ ഇത് അംഗീകരിച്ചു, ഉൾക്കൊണ്ടു. അവർ തങ്ങളെ പറഞ്ഞയച്ച ആളുടെ അടുത്ത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. ഈ വചനം കേൾപ്പിച്ചു. അദ്ദേഹം പ്രതിവചിച്ചത് മുഹമ്മദ് നന്മയുടെ, നീതിയുടെ, ന്യായത്തിന്റെ പ്രവാചകനാണ്. മുഹമ്മദിന്റെ വാക്കുകളല്ല ഇത്, മുഹമ്മദ് പറയുന്ന അള്ളാഹുവിന്റെ വാക്കുകൾ തന്നെയാണ്. നിങ്ങൾ മുഹമ്മദിന്റെ ആശയത്തിന്റെ തലകളാവുക, വാലുകളാവാതിരിക്കുക, അത് സ്വീകരിക്കുക, പ്രാവർത്തികമാക്കുക, പ്രചരിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആശയങ്ങൾ, കാര്യങ്ങൾ അദ്ദേഹം തിരിച്ചു പറയാം. ഏതാ വചനം നോക്കൂ. മൗലികമായ വിഷയം പഠിപ്പിക്കുന്നിടത്ത് മതത്തിന്റെയും ജാതിയുടെയും ഒന്നും കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ്. ഒന്ന് ഇങ്ങനെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. തീർച്ചയായും അല്ലാഹു അവൻ നീതിയും നന്മയും ചെയ്യാൻ, പരസഹായം ചെയ്യാൻ, നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നന്മ പ്രാവർത്തികമാക്കാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഉപദേശിക്കുന്നു. ഈ വചനമാണ്. ഇവിടെ നീതിയും നന്മയും എല്ലാവരോടും എന്ന അധ്യാപനമാണ് ഖുർആൻ നൽകുന്നത്. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്ന വചനം. എല്ലാവരോടും നീതിയും നന്മയും. ഖത്തീല അല്ലേ, അല്ലെങ്കിൽ ഖത്ല, രണ്ട് രീതിയിലും കാണുന്നു. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ വഹിയ കാഫിറത്തുൻ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത സാഹചര്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭാര്യ ആയിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുത്തിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ച സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കെ മകളെ കാണാൻ ഒരിക്കൽ വരുന്നു.
ഖതീല എന്ന സ്ത്രീ. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ ഉമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. വഹിയ റാഗിബത്തുൻ, എന്തോ ചില കാര്യങ്ങളുണ്ട്. ബിൽ ഹദിയ, ഹദിയയായിട്ട് വന്നതാണ്. എനിക്ക് സ്വീകരിക്കാമോ? എനിക്ക് അവരുമായി ബന്ധം ചേർക്കാമോ? അഫ അസിലു എന്നാ ചോദിച്ചത്. എനിക്ക് ബന്ധം ചേർക്കാമോ അവരോട്? എൻ്റെ ഉമ്മയാണ്, പക്ഷേ മുസ്ലിം അല്ല. എനിക്ക് ബന്ധം ചേർക്കാമോ എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്ന വലിയ ഒരു നന്മയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ ന്യായത്തിന്റെ പ്രവാചകനാണ്. അദ്ദേഹം ഖതീല ബിൻത് അബ്ദുൽ ഉസ്സ വന്ന സമയത്ത് മകൾ അസ്മാ റളിയല്ലാഹു അൻഹു, എനിക്ക് അവരോട് സംസാരിക്കാമോ? ഇന്ന ഉമ്മി ഖദിമത് വഹിയ റാഗിബത്തുൻ അഫ അസ്ലു ഉമ്മി എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം സിലി ഉമ്മക്കി, നീ നിന്റെ ഉമ്മയോട് ബന്ധം ചേർക്കണം. ഏത് ജാതിയ, ഏത് വിഭാഗ, ഏത് മത എന്നൊന്നും ചിന്തയില്ല. മനുഷ്യർ ഒക്കെ ഒന്നാണ്. മാനുഷികമായ പരിഗണനകൾ നോക്കൂ. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ അതിന്റെ പേരിൽ അവരെ അവഗണിക്കാനോ അവർക്ക് അന്നേ വരെ നിങ്ങൾ ചെയ്യുന്ന സ്നേഹങ്ങൾ നഷ്ടപ്പെടാനോ പോലും പാടില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പെരുമാറണം, ഇടപഴകണം എന്ന് പഠിപ്പിച്ചു. എല്ലാവരോടും നീതിയും ന്യായവും നന്മയും സഹവർത്തിത്വവും. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ മാനവിക മുഖം ശ്രദ്ധേയമാണെന്ന് പറഞ്ഞാതാ. ജാതിയോ മതമോ വിഭാഗമോ ദേശമോ രാഷ്ട്രമോ ഭാഷയോ ഒന്നും സഹായഹസ്തത്തിന് തടസ്സമല്ല. പലപ്പോഴും അങ്ങനെയുള്ളൂ. ഓനേതാ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ട് വരെ ആളുകളൊന്നും ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇന്ന് ആക്രമിക്കപ്പെടുന്നത്. ഖുർആനിന്റെ ഈ മഹത്തായ ആശയത്തെ പ്രചരിപ്പിക്കാൻ നമ്മളൊക്കെ ഉഷാറാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പലപ്പോഴുമുള്ള സഹായഹസ്തങ്ങൾ പോലും നൽകപ്പെടുന്നത് ഇത് നോക്കിയിട്ടാ. ഓൻ ഏത് വിഭാഗത്തില? ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൽ വാശി തീർക്കുന്നൊരീ നാടു ഭ്രാന്താലയം, നിദ്രവരിൽ ഞങ്ങൾക്കു നാടിതിൽ മർത്യത വീണ്ടും വരുന്നൊരു നാൾ വരെ. മർത്യത വീണ്ടും വരുന്ന ഒരു നാൾ വിശുദ്ധ ഖുർആൻ അന്ന് പഠിപ്പിച്ചു. ആശയമോ ആദർശമോ നോക്കിയിട്ടല്ല സ്നേഹവായ്പകൾ, സഹായഹസ്തങ്ങൾ. നിന്റെ ചേരിയിൽപ്പെട്ടവനല്ല, നിന്റെ മതത്തിൽപ്പെട്ടവനല്ല, നിന്നെ അംഗീകരിക്കുന്നവനല്ല, നിന്റെ ആദർശത്തോട് ഘടകവിരുദ്ധമായ ആദർശമുള്ളവനാണ്. പക്ഷേ അവനും നിന്നെപ്പോലെ മനുഷ്യനാണ്. അവന് രക്ഷാശിക്ഷകൾ നൽകേണ്ടവൻ അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ്. അതുകൊണ്ട് മാനുഷികമായ പരിഗണനകൾ വെച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും കാന ഖുലുഖുൽ ഖുർആൻ എന്നാണല്ലോ പറഞ്ഞത്. പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ പെരുമാറ്റം വിശുദ്ധ ഖുർആനായിരുന്നു. പ്രവാചകന്റെ പെരുമാറ്റങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഖുർആൻ പഠിപ്പിച്ച ഇതെല്ലാം കാണാം. ഇതര മതസ്ഥരോടുണ്ടായിരുന്ന പ്രവാചകന്റെ ബന്ധത്തെ സംബന്ധിച്ച് ഖുർആനിലെ ചില വചനങ്ങൾ നോക്കൂ നിങ്ങൾ. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. എവിടെയാണ് ജാതി പറഞ്ഞത്? എവിടെയാണ് മതം പറഞ്ഞത്? മുഹമ്മദ് നബിയോട് മുഹമ്മദ് നബിയിലേക്ക് അവതരിപ്പിച്ച ഈ വചനങ്ങളിൽ മുഹമ്മദ് നബി താങ്കൾ മുസ്ലിംകൾക്ക്, മുസ്ലിംകളായ യത്തീമുകൾക്ക്, മുസ്ലിം കുടുംബത്തിലെ യത്തീമിന് എന്ന് പറഞ്ഞോ? അതോ പ്രവാചകന്റെ നാട്ടിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ? അങ്ങനെ ആയാലും ശരിയാവില്ല. കാരണം ഇത് ലോകത്ത് അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് അന്നത്തേക്ക് മാത്രം പറയില്ല. അവിടെ പറയുന്നു അടിമയെ മോചിപ്പിക്കുന്നത്, ചുരമാർഗം, പ്രയാസകരമായ വഴി തണ്ടിക്കടക്കുക എന്ന പരിചയപ്പെടുത്തിയത്. എന്താണ് ആ പ്രയാസകരമായ വഴി? യാത്ര ഏതാ?
ഏതാണ് ചുരമാർഗം? അത് അടിമ മോചനമാണ്. ഏത് അടിമ എന്ന് പറഞ്ഞില്ല, യതീമിനെ ആദരിക്കലാണ്, അവർക്ക് ഭക്ഷണം നൽകലാണ്, അവർക്ക് ഭൗതിക വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കലാണ്. മുസ്ലിം യതീമെന്നോ അമുസ്ലിം അനാഥനെന്നോ അനാഥയെന്നോ പറഞ്ഞില്ല, എവിടെയും കാണാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ അനാഥർക്ക് യതീമുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളായ യതീമുകൾ അങ്ങനെ തെരഞ്ഞു നടക്കുക. സ്വന്തം അയൽപ്പക്കത്ത് ഹൈന്ദവനായ ഒരു സഹോദരൻ, ഒരു ഗൃഹനാഥൻ മരിച്ചുപോയി, മാതാവും പിതാവും ഇല്ല, അല്ലെങ്കിൽ വാപ്പല്ല, അച്ഛനില്ല, അങ്ങനത്തെ കുട്ടികൾ, അവർക്കൊന്നും ചെയ്തു കൊടുക്കാതെ നാട്ടിൽ ഓടി നടന്ന് മുസ്ലിം യതീമുകളെ മാത്രം തെരഞ്ഞു പിടിക്കുന്നവരുണ്ടെങ്കിൽ ഭയപ്പെടണം. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചില്ല, പ്രവാചകനും അങ്ങനെ പഠിപ്പിച്ചില്ല. ശത്രുക്കളോട് പോലും സ്നേഹത്തിന്റെ തെളിവ് കൊണ്ട് ശത്രുതയെ നിർവീര്യമാക്കാൻ സാധിച്ച പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓൻ ഇങ്ങോട്ട് എങ്ങനെയാ? ഞാനും അങ്ങോട്ട് അങ്ങനെ, ഇന്നോട് ഇങ്ങനെ ആയിട്ടാ ഞാനും അങ്ങനെ. ഇല്ല, ഇങ്ങനെയൊന്നുമില്ല. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കാനുള്ളത് മഹിതമായ സ്വഭാവം എന്നാ. സാധാരണയും മഹിതയും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹിതമായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ഇങ്ങോട്ട് എങ്ങനെയാ അങ്ങോട്ടും അങ്ങനെയെന്ന് പറഞ്ഞാൽ മഹിതമായ സ്വഭാവമല്ല. ഒരു പാലട്ട അങ്ങോട്ടും കിടക്കണം ഇങ്ങോട്ടും കിടക്കണം എന്നാ ചിലരൊക്കെ പറയാം. ഞാൻ ആലോചിച്ചിട്ട് ചില പാലത്തുമ്പോൾ കൂടെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റൂ, അങ്ങനത്തെ പാലമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. വൺ വേ പാലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടെങ്ങനെ എന്നതല്ല, ഏത് മതത്തിലെന്നല്ല, ഏത് ജാതി എന്നല്ല, ഏത് വിഭാഗം എന്നല്ല, ഏത് സംഘടന എന്നല്ല, ഏത് ഗ്രൂപ്പ് എന്നല്ല, മറിച്ച് പ്രയാസപ്പെടുന്ന ഒരാളെ കണ്ടാൽ അത് അവിടെ സഹായിയായി ഞാൻ എത്തണം. പറഞ്ഞാ പോരാ, ഞാൻ എത്തണം. അതാണ് വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന്, മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിക്തമാകുന്നത്. വിശുദ്ധ ഖുർആനിനെ നേർക്കുനേർ വായിക്കാൻ കഴിയുമ്പോൾ, ശ്രമിക്കുമ്പോൾ ഖുർആൻ തീവ്രവാദത്തിന്റെയോ വർഗീയതയുടെയോ അക്രമത്തിന്റെയോ അനീതിയുടെയോ ഒന്നും ആശയങ്ങളല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ പരോപകാരം എന്നൊരു അധ്യായം ഉണ്ടല്ലോ, പരോപകാരം എന്നൊരു അധ്യായം തന്നെയുണ്ട്. മതത്തെ വ്യാജമാക്കുന്നവർ ആരെന്നറിയുമോ? അനാഥയെ തള്ളിക്കളയുന്നവരാണ്, അകറ്റിക്കളയുന്നവരാണ്, പരിഗണിക്കാത്തവരാണ്, കാണാത്തവരാണ്, കണ്ടെത്താത്തവരാണ്. ഏതനാഥൻ? മുസ്ലിം ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അനാഥ, യതീം. യതീം ഏത് മതത്തിലും ഏത് പുരയിലുള്ളതായാലും. മിസ്കീനെ കണ്ടെത്തി, അല്ലെങ്കിൽ മിസ്കീനിന് ഭക്ഷണം സ്പോൺസർമാരെ കണ്ടെത്താത്തവർ. വല യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നത് പ്രേരിപ്പിക്കാത്ത. എനിക്ക് കൊടുക്കാനാവൂല, എന്തേലും ഒന്നുമില്ല, എന്നാലും നാട്ടിലാരോ പൈസക്കാരുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് ഓരോട് പറയണം, എന്റെ നാട്ടിൽ, എന്റെ മഹലിൽ ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, ഒരു ഭക്ഷണത്തിനൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്നതാ, അച്ഛൻ മരിച്ചു, ഏതാണ്, അമ്മയും 2 മക്കളേ ഉള്ളൂ എന്ന് പറയണം. അവിടെ മതം പറഞ്ഞിട്ടില്ല. ആ പ്രോത്സാഹനം, ആ ഒരു സ്പോൺസറെ കണ്ടെത്തൽ, അത് ചെയ്യാത്തവൻ മതത്തിന് പുറത്താണ്, മതത്തെ നിഷേധിച്ചവരിൽ പെടുന്നു എന്ന്. എന്നിട്ടാ നിസ്കാരം പറഞ്ഞത്. സംഘടനയെ കുറെ ഉണ്ട്. സംഘടനക്കാരൊക്കെ ചെയ്യുമ്പോൾ ഓരൊക്കെ ചെയ്യുന്നത് മറ്റേ സംഘടനയെക്കാളും മുകളിൽ നിൽക്കാനാ. അല്ലദീനഹും യുറാഊൻ. കാണിക്കാൻ വേണ്ടി ചെയ്യാണ്, കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. അതുകൊണ്ട് അതൊക്കെ അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നതിൽ പെടുന്നു എന്ന് പറഞ്ഞു വന്നത്. സാന്ദർഭികമായി നമ്മളെ ഒന്ന് ടച്ച് ചെയ്തു മാത്രം പറഞ്ഞു വന്നത്. ഇവിടെ ഒന്നും മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നും വരമ്പുകൾ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ലാതെ നിരുപാധികം യതീം,
പ്രയാസപ്പെടുന്നവൻ, ഈ വിധവ, സ്ത്രീകൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, വിധവകളുടെ പ്രശ്നങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ ഈ വിഷയങ്ങളിലൊന്നും നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നില്ല, അധ്വാനിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവിടെയൊന്നും യാതൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. ഒരുപാട് മതങ്ങളുള്ള നാട്ടില്, ഒരുപാട് വൈജാത്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന നാട്ടില് എങ്ങനെ ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ അവസാന ഭാഗത്ത് ഒരു പ്രയോഗം കാണാമല്ലോ. ഒരാളും തങ്ങളുടെ ആദർശം എത്ര ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ഇത് നീ സ്വീകരിച്ചേ പറ്റൂ എന്ന് ഒരാളോടും പറയാൻ പറ്റില്ല. അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ആരെയും മുസ്ലിം ആകണം എന്ന് നിർബന്ധിക്കുന്നില്ല. മുസ്ലിം എന്ന് പറഞ്ഞ പേര് പറയുമ്പോഴേക്കൊരു പ്രയാസമാണ്. പറഞ്ഞതിനർത്ഥം നിന്റെ സ്രഷ്ടാവിന് മുഴുവൻ സമർപ്പിച്ച് ജീവിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് പറയാൻ നമ്മൾക്ക് അനുവാദം തന്നിട്ടില്ല. അല്ലാഹു തന്നെ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധവും കേട്ടോ, ബലാത്കാരവുമില്ല. എന്തേ അങ്ങനെ ബലാത്കാരമില്ലാത്തത്? നിർബന്ധിച്ച് ചെയ്യാൻ പറയാത്തത് എന്താ? നല്ലതും ചീത്തയും ഏതാന്ന് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായും വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആലോചിച്ചിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് മനസ്സിലായാൽ സ്വീകരിക്കണം. മനസ്സിലായിട്ടും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിഷേധിയാകും. അതേത് പേരായാലും വേണ്ടിയില്ല, അവനാണ് കുഫർ ചെയ്യുന്നവൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി മറ്റൊരു സ്ഥലത്ത് നോക്കും വിശുദ്ധ ഖുർആൻ മുസ്ലിംകളെയും ഇസ്ലാമിനെയും ഒക്കെ തീവ്രവാദികളാണ്, മതത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്നവരാണ്, അതിന് പ്രത്യേകമായ പ്രവർത്തനം നടത്തുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഖുർആനിലെ വചനങ്ങൾ മറന്നുപോവുക. ഖുർആൻ ചോദിച്ച ഒരു ചോദ്യം 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 99-ാമത്തെ ആയത്തിൽ കാണാം. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس حتى يكونوا മുഅ്മിനീൻ. അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും അല്ലാഹ് പറഞ്ഞ പോലെ നല്ല ഇബാദുർ റഹ്മാനായിട്ട്, നല്ല മുഅ്മിനീങ്ങളായിട്ട് ആക്കാമായിരുന്നു. പക്ഷെ പടച്ചോൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, അഫഅൻത തുക്രിഹു الناس حتى يكونوا മുഅ്മിനീൻ. എന്നിട്ട് അനക്കപ്പോ ഓരെല്ലാരും മുഅ്മിനീങ്ങളാക്കണോന്ന് ഒരു നിർബന്ധം ഖുർആൻ ആരെയെങ്കിലും നിർബന്ധിക്കുന്നുവോ? ഇല്ല. ഇതാണ് വിശുദ്ധ ഖുർആനിനെ നേർക്ക് നേർ അതിൽ നിന്ന് നിഷ്പക്ഷമായി ഇരുന്ന് വായന നടത്തി പഠനം നടത്തുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ സമാധാന കാംക്ഷയെ കാണാൻ കഴിയും. സമാധാനം കാംക്ഷിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന, അല്ലെ, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മാനവനും, മുഴുവൻ മനുഷ്യരും ഏകോദര സഹോദരങ്ങളാണ്. ആരുടെയും രക്തം ചിന്താൻ പാടില്ല, ഒരാളും മറ്റൊരാളെയും അപഹരിക്കാൻ പാടില്ല, ഒരാളും മറ്റൊരാളുടെയും സ്വത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാളും മറ്റൊരാളുടെയും മാനം നഷ്ടപ്പെടുന്ന ഒന്നും പറയാനും ചെയ്യാനും പാടില്ല. മറ്റുള്ളവരെ അഥവാ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവയുടെ ആരാധ്യ വസ്തുക്കൾ, അവയെ നിങ്ങൾ പുച്ഛം പറയാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. ഇങ്ങനെ എല്ലാ നിലയിലും വിശുദ്ധ ഖുർആൻ ബഹുമത സമൂഹത്തിൽ അല്ലെങ്കിൽ ബഹുസ്വരതയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? പ്രപഞ്ചം തന്നെ ബഹുസ്വരമാണ് എന്ന് പഠിപ്പിച്ചു. എന്തെല്ലാം വ്യത്യാസങ്ങളാണ്! ഒരു പുരയിൽ 5 മക്കളുണ്ട്, 5 ഒരു ജാതിയില ആണോ? നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ബസ് കയറി നോക്കി, എല്ലാവരും ഒരേ അഭിപ്രായക്കാരാ? അല്ല. എല്ലാവരും ഒരു സ്ഥലത്ത് ഇറങ്ങണവരാ? അല്ല. എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് കയറുന്നവരാ? അല്ല. എല്ലാവരും ഒരേ നിറത്തില? അല്ല. എവിടെ ചെന്നാലും വ്യത്യസ്തമാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ പ്രകൃതി. ആ പ്രകൃതം
അതങ്ങനെ പോകും. അത് അഭിപ്രായങ്ങളിൽ ഉണ്ടാകും, ചിന്താഗതികളിൽ ഉണ്ടാകും, മനസ്സിലാക്കുന്നിടത്തുണ്ടാകും, പ്രചരിപ്പിക്കുന്നിടത്തുണ്ടാകും. അതിനെയൊക്കെ ആ നിലയിൽ കാണുകയും സ്നേഹ സൗഹാർദ്ദ സഹവർത്തിത്വത്തോടുകൂടെ മാനുഷികമായ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടുകൂടെ മനുഷ്യരെല്ലാവരും മുന്നോട്ട് പോകണം. ആരും ആരുടെയും രക്തം ചിന്താൻ പാടില്ല. അള്ളാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്, നിങ്ങളും ആദരിക്കണം. ഇന്ന് മനുഷ്യനെ ആദരിക്കാത്ത അവസ്ഥയാണല്ലോ. നോക്ക്, നിങ്ങൾ തിന്നുന്ന സാധനം മനുഷ്യനെ പ്രയാസപ്പെടുത്തുക, കൊല്ലുക. എല്ലാ ഭക്ഷണങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും മുഴുവനും മനുഷ്യരെ ഇഞ്ചി വെട്ടിയാണ്ട് കൊല്ലുകയാണ് തീർന്ന്. ഇതല്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക. മനുഷ്യന്മാരെന്നാ ഇതൊക്കെ ചെയ്യണത്? അള്ളാഹു ആദരിച്ച മനുഷ്യ ശരീരം, മനുഷ്യ മനസ്സ്, ഇതിനെയൊക്കെ മറ്റുള്ളവർ, മറ്റു മനുഷ്യർ തന്നെ അപഹരിക്കുന്നു. അരുതെന്ന് പഠിപ്പിച്ചു, മതത്തിന്റെ ഒന്നും അതിർവരമ്പ് പറയാതെ. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ, മനുഷ്യരെ മുഴുവനും നാം ആദരിച്ചിരിക്കുന്നു. ആദരിക്കപ്പെടുക എന്നത് മനുഷ്യന്റെ അവകാശമാണ്. അവകാശം ഹനിച്ചുകൂടാ. മാനുഷിക അവകാശങ്ങളെ, മനുഷ്യാവകാശങ്ങളെ UN ഐക്യരാഷ്ട്രസഭ 1948 പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ സമൂഹത്തിന് ഗ്രന്ഥമായി അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയായി കൂടെ ചേർത്ത് പറയാനുള്ള ഒന്ന്. രക്തം പവിത്രമാണെന്ന്. ഇപ്പം മുസ്ലിംകൾ രക്തം മണക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ദിവസവും ചോര മണത്തില്ലെങ്കിൽ ഉറക്കം കിട്ടൂല, രക്തദാഹിയാണ് എന്നൊക്കെ മുസ്ലിംകൾ, ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ, ഇങ്ങനെയാണല്ലോ പ്രചരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുള്ളത്. പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ, അതിൽ ശ്രദ്ധേയമായ ഒരു വചനം കൂടെ പറഞ്ഞ് ഞാൻ അതിന്റെ വിഷയ വൈവിധ്യങ്ങളെയും അവതരണ രീതിയെയും കുറിച്ചുള്ള ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ മനുഷ്യർ അവരുടെ രക്തം, അവരുടെ ജീവൻ പവിത്രമാണെന്ന് പഠിപ്പിക്കുമ്പോൾ മതം പറഞ്ഞില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യാ الناس ജമീഅ. ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊല ചെയ്താൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിന് തുല്യമാണ്.